കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഫനുവേലിന്റെ പുത്രിയും ആഷർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യക പ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. അന്ന പ്രവാചക ഈശോയെക്കുറിച്ച് പറയുന്നതും അതുപോലെ തന്നെ ഈശോയുടെ കുടുംബത്തോട് ഓരോ കാര്യങ്ങൾ പ്രവാചക ശിമയോൻ പറഞ്ഞതിനോട് സമാനമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷകൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അദ്ദേഹം ഒരു ചരിത്രകാരൻ കൂടെയാണ്. ചരിത്രകാരനായതുകൊണ്ട് ഈശോ മിശിഹായുടെ ജീവചരിത്രം എഴുതുമ്പോൾ അത് ഈശോയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളിലൊന്നും കാണാത്തതുപോലെ സക്രിയായും എലിസബത്തിനെയും മറിയത്തെയും ഔസേപ്പിനെയും ആട്ടിടയന്മാരെയും അതുപോലെ തന്നെ ജ്ഞാനികളെല്ലാം ഈ ഒരു ജീവചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇന്നത്തെയും വചനഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്, 2 പ്രവാചകർ, 2 വൃദ്ധരായിട്ടുള്ള 2 പേരെ കൂടെ ഈ സുവിശേഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ശിമയോൻ എന്ന പ്രവാചകനെയും അതുപോലെ തന്നെ ഫനുവേലിൻ്റെ പുത്രിയായ അന്നയും. ഇവർ 2 പേരും സാധാരണക്കാരായ ഭക്തരുടെ ഒരു പ്രതീകമായിട്ട് നിലകൊള്ളുകയാണ്. അതായത് ദൈവത്തോട് ചേർന്ന് ദൈവത്തോടൊപ്പമായിരിക്കാനായിട്ട് അവർ തീരുമാനമെടുത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ തന്നെ ആയിരിക്കുന്നവരായിരുന്നു. ഈശോയെ കാഴ്ച സമർപ്പണത്തിനായിട്ട് ദേവാലയത്തിൽ കൊണ്ടുചെന്ന സമയത്ത് 2 പേരുടെയും ജീവിതത്തിൽ അതിയായ സന്തോഷമാണ്. ശിമയോൻ ഈശോയെ കൈകളിൽ എടുത്തിട്ട് പറഞ്ഞ കാര്യമാണ്, അങ്ങയുടെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണം. കാരണം എന്നെ സമാധാനത്തിൽ വിട്ടയക്കണം എന്ന് പറയാൻ കാരണം, ലോകം കാണാൻ കൊതിച്ച ആ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അതായിരുന്നു ശിമയോൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിൻ്റെ കാരണം. ഇതിന് സമാനമായ ഒരു സംസാരമായിരിക്കണം അന്നാ പ്രവാചകിയുടെയും. അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തതായിരിക്കണം. അതുകൊണ്ട് പക്ഷേ 2 പേരും ദൈവത്തെ സ്തുതിക്കുകയും അതുപോലെ തന്നെ ഈശോയെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറയുകയും ചെയ്യുന്നു. അതായത് ഈശോയുടെ ആ ഒരു ദൈവിക ചൈതന്യം തിരിച്ചറിയാനായിട്ട് അന്ന പ്രവാചകയ്ക്ക് സാധിച്ചത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒരു അരൂപിയിലായിരുന്നത് കൊണ്ടാണ്. അവിടെ കൂടിയിരുന്ന ആളുകളോടൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ പലർക്കും ഇത് എന്താണെന്ന് പോലും ഗ്രഹിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതേസമയത്ത് പ്രാർത്ഥനയുടെ ചൈതന്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം ഓരോ നിമിഷവും കണ്ടെത്താനായിട്ട് പറ്റും. ചില സാഹചര്യങ്ങളിൽ സഹനത്തിൻ്റെ മേഖലകളായിരിക്കാം, അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ ആയിരിക്കാം, സന്തോഷത്തിൻ്റെ ആയിരിക്കാം. അത് മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോഴും അവിടെയൊക്കെ അവരിൽ എല്ലാവരിലും ദൈവിക ചൈതന്യം കാണാൻ സാധിക്കുന്നത് നമ്മൾ പ്രാർത്ഥനയുടെ ഒരു ജീവിതം നയിക്കുന്നവരാകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ നിറയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ആയിരിക്കണം നമ്മളിന്ന് വചനഭാഗം നമ്മൾ ധ്യാനിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നവരായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറാറുണ്ട്. ഇസ്രായേൽ ജനതയുടെ ഒരു വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് രക്ഷകനെ കാത്തിരുന്നവരാണ്. അവർ കാണാൻ കൊതിച്ചത് പ്രവാചകന്മാരിൽ അരുൾ ചെയ്ത ദൈവം
നൽകുന്ന ആ ഒരു രക്ഷയെക്കുറിച്ച് അവർ കാത്തിരുന്നവരാണ്. പക്ഷേ രക്ഷകൻ വന്നു കഴിഞ്ഞപ്പോൾ രക്ഷകനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയതായിരുന്നു അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പോരായ്മ. അതേസമയത്ത് രക്ഷകനെ തിരിച്ചറിഞ്ഞവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ജ്ഞാനികൾ കർത്താവിനെ കണ്ട സമയം മുതൽ അവരുടെ ജീവിതങ്ങൾ മാറി, ആട്ടിടയന്മാരുടെ ജീവിതങ്ങൾ മാറി. സാധാരണക്കാരായ വ്യക്തികളുടെ ജീവിതങ്ങളിൽ ദൈവം ഇടപെട്ടതിൻ്റെ വലിയ അനുഭവം അവർക്ക് പറയാനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി കാത്തിരുന്ന് കർത്താവിനെ കണ്ടുമുട്ടാതെ മടങ്ങുന്നവരാകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരായി, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ പ്രവാചകയും ശിമയോനും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ഒരു വലിയ ഒരു മാതൃക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളെക്കാളൊക്കെ അധികമായിട്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു. ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിക്കുന്നവരായിരുന്നു ഇവർ രണ്ടുപേരും. അതുകൊണ്ട് നമുക്ക് വചനത്തിൽ സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് തൻ്റെ കാരുണ്യം വർഷിക്കും. ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ആ സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ കാരുണ്യം ശക്തമായി വർഷിക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഇത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം പലപ്പോഴും നമ്മളെല്ലാം ആത്മീയമായ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്, സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പരിണതഫലം ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ജീവിത സാക്ഷ്യം അത് തെറ്റായ ജീവിത സാക്ഷ്യമാണോ അതോ ശരിയായ ജീവിത സാക്ഷ്യമാണോ എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. നമ്മുടെ കുർബാനയിലൊക്കെ പങ്കെടുത്ത് കുടുംബ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി എല്ലാം മുഴുവൻ നേരവും പ്രാർത്ഥനകളൊക്കെ നടത്തിയതിന് ശേഷം നമുക്കൊരു മാറ്റവും വരുന്നില്ലെങ്കിൽ നമ്മൾ പറയാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു മനോഭാവത്തിലേക്കല്ല, മറിച്ച് എൻ്റെ പ്രാർത്ഥന എന്നെ മാനസാന്തരപ്പെടുത്തുന്നതാണ്, എന്നെ നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് മാറണം. അവിടെയാണ് പ്രാർത്ഥനയുടെ ശക്തി. അല്ലെങ്കിൽ പ്രാർത്ഥന വെറും ഒരു പ്രഹസനമായിട്ട് മാറുകയാണ്. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാചകയുടെയും ശിമയോൻ്റെയും ഒക്കെ ജീവിതത്തിൽ നിറഞ്ഞതുപോലെയുള്ള ഒരു വലിയ ദൈവത്തോടുള്ള ഭക്തിയും ആദരവും ഒക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയുവാനായിട്ടുള്ള വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നൽകണമേ എന്ന് നമുക്കിന്ന് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.